ഗൈസ് അപ്പൊ ഇന്നൊരു കർക്കിടക വാവ് വ്ളോഗ്. ഓക്കെ ഗൈസ്, മീനിട ഫ്രൈ ആണുണ്ട്. ഇതിടാ കുറച്ചെണ്ണിട ഫ്രൈ ആക്കിട്ട് വെച്ചിട്ടുണ്ട്. ഗൈസ് ചിക്കൻ കറി, നല്ല ചിക്കൻ വറവ്, ഒരു കറിയാണ്. ഇതെന്താണ്, സോറി, ഇത് ചോറ്, ഇത് പുളിശ്ശേരി, ഇത് പച്ചടി, കക്കരിക്ക പച്ചടി, ഇത് ബൈനീങ്ങ വറവ്, അച്ചാറ്, സോറി ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കി വെച്ചതേയില്ലൂ, ചിക്കൻ വറവ് നേരത്തെ കണ്ടാ തന്നെ. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മളെ കറികളുള്ളത്. കാണാ ബാവിനെ കുറിച്ചിട്ട് നിന്റെ അഭിപ്രായം എന്ത് പറ അണ്ണ, എന്താ അഭിപ്രായം എന്തിനാണ് ബാവ വയ്ക്കുന്നേ? തിന്നാൻ വേണ്ടിട്ടാ? ആർക്ക് തിന്നാൻ വേണ്ടിട്ട്? നിക്കാ. ഓക്കെ, അപ്പൊ ബാവ വയ്ക്കുന്നതെന്ന് വെച്ചാല് കണ്ണിന് തിന്നാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഗൈസ് ഈ വീട്ടിൽ നിന്ന് കാണുന്ന പ്രകൃതി രമണീയതയാണ് ഇതൊക്കെ. ആഹാ, വിഷ്വൽ ബ്യൂട്ടി. അമ്മ ശരിക്കും തിരു ബാവ് എന്ത് മരിച്ചവർക്കില്ലേ? ഗൈസ് മനസ്സിലായല്ലോ എന്തിനാണ് ബാവ് എന്ന്? മരിച്ചവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അതാണ് ബാവ്. പണ്ടത്തെ ഓരോരോ വിശ്വാസങ്ങൾ. അപ്പൊ ഞാനിപ്പോ ഇല്ലെന്ന് വെച്ചാല് എന്റെ അമ്മേടെ വീട്ടിലാണ്. അപ്പൊ നമ്മളെ ബാവ് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ബാവിന്റെ ഫുഡ് കഴിക്കുന്നതാണ്. ഗൈസ് ഇതാണ് നമ്മളെ ബാവിന്റെ ഫുഡ്. ഇതില് ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി ഞാൻ മുൻചിട്ടാ. ഇത്രയാണ് നമ്മളെ ബാവിന്റെ ഫുഡ്. ഞാനില്ലേ ചിക്കൻ മേടിക്കാത്തോണ്ട് നോക്കറ കൊതിപ്പിക്കുന്ന നോക്കറ. എന്ത് ടേസ്റ്റ് മറ്റേത് തലവനി. ഞാൻ ഇത്രോളം ചിക്കൻ കൂട്ടാത്ത അതില്. ഗൈസ് ഈ ഉണ്ടയാണ് നമ്മ ചത്തോർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഫുഡിലത്തെ എല്ലാ സാധനവും ആഡ് ആക്കിയിട്ടുണ്ട്. ഗൈസ് ഇതാണ് ഇപ്പൊ നമ്മ മരിച്ചവർക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് കാക്ക വന്ന് കഴിക്കും എന്നാണ് ഇപ്പൊ ഒരു വിശ്വാസം. കാക്ക വന്ന് കഴിച്ചാൽ നല്ലത്. ഗൈസ് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.